ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ആംഗ്ലർ. മല്ലു ആംഗ്ലറിൻ്റെ അടുത്തൊരു അടിപൊളി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സ് മച്ചന്മാർക്കും സ്വാഗതം. എൻ്റെ പേര് മിഥുൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3 ഇഞ്ച് സൈസ് വരെയുള്ള കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഷോപ്പുകളിലൊക്കെ നോക്കിയ സമയത്ത് എവിടെയും സാധനം അങ്ങനെ കിട്ടാനില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് കൊറോണയുടെ കാരണം കൊണ്ട് കൊറിയറും കാര്യങ്ങളൊന്നും അങ്ങനെ അവൈലബിൾ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ മീൻ എവിടെയും അവൈലബിൾ അല്ല, നല്ല മീനുകൾ. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച സമയത്ത് ചെറുകാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ഫാമുണ്ട്, അവിടെ മീനുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത്തോളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയും ഇതേപോലെയുള്ള ഒരു മീനുകളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ അത്തോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫാമിൽ പോയിട്ട് അവിടെ മീനുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാലുശ്ശേരിയിലെ ചെറുകാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതേപോലെ ജോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഫാമുണ്ട്. അപ്പോൾ അവിടെ മീനുകളുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരം സഞ്ചരിക്കണം. ഏകദേശം ഒരു ഫസ്റ്റ് ഫാമിലേക്ക് നമുക്ക് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 80 കിലോമീറ്ററോളം സഞ്ചരിക്കണം നമ്മുടെ അടുത്ത ഫാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പോയി നോക്കാം ഏത് ഫാമിലാണ് മീനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാമിൻ്റെ വീഡിയോ ആയിരിക്കും നിങ്ങളിന്ന് കാണുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും മഴ പെയ്യും, തീർച്ചയാണ്. മഴയത്ത് വണ്ടി ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. അപ്പോൾ മഴയത്ത് വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് ഫാമുകളിലേക്ക് പോയി നോക്കാം, ഏത് ഫാമിലാണ് മീനുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഓസ്കാറിനെ തേടി ആദ്യം ഒരു ഫാമിൽ പോയി, അവിടെ മീനില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അരുൺ ബ്രോ വേറൊരു ഫാമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത അരുൺ ബ്രോ കേട്ടോ. മാസ്ക് ഇട്ടുകൊണ്ട് ചിലപ്പോൾ ആളെ മനസ്സിലാവില്ല. അപ്പോൾ നമ്മളൊരു ആംഗ്ലർ തന്നെയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫാമിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക, നല്ല ഹൈ റേഞ്ച് ഏരിയ ആണിത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടിപ്പോൾ 80 കിലോമീറ്ററോളം സ്കൂട്ടർ ഓടിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നമുക്ക് അവിടെ മേലേക്ക് പോയി നോക്കാം, അവിടെ മീനുണ്ടെങ്കിൽ നമുക്ക് മേടിച്ചിട്ട് പോവാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലേക്ക് നടക്കുന്ന വഴിയാണ് കേട്ടോ. ഏതോ കാട്ടിലൂടെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. താഴേക്ക് വേണ്ട എന്നാലും അരുൺ ബ്രോ ഇമാതിരി ഒരു ലൊക്കേഷനിൽ ഒരു ഫാമിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതിൽ പിന്നെ ഓ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏതോ ഒരു ട്രിപ്പ് വന്നൊരു ഫീലാണ് കേട്ടോ. ഒരു ഫാമിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ ഫാമാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഏതോ ഒരു കാട്ടിലൂടെ നമ്മൾ പോകുന്നൊരു ഫീലല്ലേ, കാട്ടിൻ്റെ നടുവിലൂടെയുള്ള വഴിയിൽ ജീപ്പൊക്കെ പോകുന്ന രീതിയിലുള്ളൊരു വഴി. ഇത് റബ്ബറല്ലേ ഇതൊക്കെ? റബ്ബറിൻ്റെ തോട്ടാണ് കേട്ടോ. പോകുന്ന വഴിയിൽ ഇതേ മരത്തിൻ്റെ ചില്ലകളൊക്കെ കിടക്കുന്നുണ്ട്. ഇവിടേക്ക് ജീപ്പൊക്കെ വരുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് നമ്മുടെ സ്കൂട്ടർ വെച്ചിട്ട് നടന്നു വരുവാണ്. ഇവിടേക്ക് നമുക്ക് അത്ര എളുപ്പത്തിൽ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. ജീപ്പൊക്കെ ആണെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ നടന്നു തന്നെ വരണം. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ സൈസിനനുസരിച്ചിട്ടുള്ള ഓസ്കാർ കിട്ടും. നമുക്ക് വലിയ ഓസ്കാറിന് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ അക്വേറിയത്തിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഓസ്കാറാണ് വേണ്ടത്, ചെറിയ സൈസാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ഫാമിൽ ചെറിയ ഓസ്കാറില്ല. അവിടെ മൊത്തം ഇപ്പോൾ കൊറോണയുടെ സീൻ കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളിലേക്ക് ഇവർ ഹോൾസെയിലായിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റീറ്റെയിലിനുള്ള സാധനങ്ങൾ എവിടെയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന അടുത്തൊരു അടിപൊളി കാഴ്ച നോക്കിയേ. എൻ്റെ പൊന്ന്, ഏയ് വേണ്ട, വെള്ളച്ചാട്ടം. എൻ്റെ അമ്മോ, ഇത് ഏതാ സ്ഥലം? ഇത് മൂപ്പറ വീടാണോ ഇതിൻ്റെ ഉള്ളില്? ആണല്ലേ, ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഏതായാലും അവിടേക്ക് പോയി നോക്കാം കേട്ടോ. ഈ ട്രിപ്പ് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഈ സ്ഥലം തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് ദൂരം ഓടി വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഫാം ഉണ്ടെന്ന്
പറഞ്ഞറിയിക്കണം. ഇതേ നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്നവർ സൂക്ഷിച്ചിട്ടൊക്കെ കയറണം കേട്ടോ. ഇവിടേക്ക് നല്ല വഴുക്കലുണ്ടാവും, മഴയല്ലേ. ഫാമിലെത്തിയപ്പോൾ തന്നെ നമുക്കിത് മീനുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് ചേട്ടൻ്റെ വീട്, പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ ഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ, മീനൊക്കെ മേടിക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫാം കണ്ടപ്പോൾ ശരിക്കും ഒരു എക്സൈറ്റിംഗ് ആണ്. കാരണം ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതുപോലുള്ളൊരു സ്ഥലം, ഇവിടുത്തെ ടാങ്കൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഓണർ ചേട്ടാ. ചേട്ടനോടൊക്കെ നമുക്ക് സംസാരിക്കാം. ഇതാണ് ചേട്ടൻ്റെ വീട്. ഹായ് ചേട്ടാ. ഇതുപോലൊരു സ്ഥലത്ത് ഇതുപോലൊരു ഫാം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇല്ലില്ല, നമുക്ക് പറ്റുന്ന സമയം ശമ്പ എന്തായാലും അടിപൊളി. ഇതെവിടെ അരോണ ഫിഷൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ചേട്ടൻ്റെ വീടല്ലേ? ഓക്കെ 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 ഓക്കെ. ഞാൻ ഇവിടുത്തെ ടാങ്ക് സെറ്റപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഈ സ്ഥലം നോക്കിയേ, ഇത് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്ന സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലത്തിൻ്റെ സൈഡിലുള്ള പാറയൊക്കെ ഇല്ലേ, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചേട്ടൻ ഇവിടെ എന്ത് ചെയ്തത്, ടാങ്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ളൊരു ടാങ്ക് സെറ്റപ്പ്? ഞാൻ പേഴ്സണലി യൂട്യൂബിൽ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് ചേട്ടൻ്റെ വീട്. ഇത് ഈ മലമുകളിൽ, ഈ മലേൻ്റെ ഇത്രയും നമുക്ക് നടക്കാൻ പോലും ഒരു വഴിയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് നടന്നു വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ കണ്ടില്ലേ, ഇത് അടുത്തൊരു ടാങ്ക്, നമ്മുടെ കയറി വരുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്തൊരു ടാങ്ക് നോക്കിയേ. ഇത് നമ്മുടെ ആ മലയുടെ ആ ചെത്തില്ലേ, അതിൻ്റെ ഇടയിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് ഒരു കരിങ്കല്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഷീറ്റ് ഇട്ടിട്ട് ആണ് ഇതിൽ മീൻ വളർത്തുന്നത്. ഇപ്പോൾ മഴയുടെ സമയമായതുകൊണ്ട് മീൻ കുറവാണ്. ഈ ചേട്ടൻ്റെ വീടിൻ്റെ പുറകിലൊക്കെ ഒരുപാട് മീനുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ മഴയും പിന്നെ ഇവിടെ ചെങ്കുത്തായ സ്ഥലമായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചേട്ടൻ മീനിനെയൊക്കെ കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ ആ ആ ഇതൊക്കെ ഇത് മലയുടെ മുകളിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം അതേ പൈപ്പിലൂടെ പോകുന്നുണ്ട്. പിന്നെ ഓവർ വരുന്ന വെള്ളം അതേ ഇവിടെയുള്ള പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു സെറ്റപ്പ്. ഇതിലെന്ത് മീനാണ്? ഇതിൽ എനിക്ക് തോന്നുന്നു ഏഞ്ചലുണ്ട്, ടിൻഫോയിലുണ്ട്, പിന്നെ ഇത് കരിമീനുണ്ട്, ഷാർക്ക് ഉണ്ട്, വൈറ്റ് ഷാർക്ക്, അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്, തിലോപ്പിയ ഉണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വളർത്തുന്ന നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇവിടെ ഒന്ന് വന്ന് ഈ ഫാം ഒന്ന് കാണണമെന്നേ ഞാൻ പറയുള്ളൂ. അത്രയും രസമാണ് ഇവിടെ. ഫാം കാണുന്നതിൻ്റെ കൂടെ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഫാമിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിൻ്റെ ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. നോക്കിയേ, മലയുടെ താഴെ. ഇനി നമുക്ക് കുറച്ച് മീനുകളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ടാങ്കുകളാണ്. ഇതിൽ ഓസ്കാറിൻ്റെ ചെറിയ കുട്ടികളാണ് കേട്ടോ. ഓസ്കാറിൻ്റെ ചെറിയ കുട്ടികളുണ്ട്, നമ്മുടെ പ്ലാറ്റീസ് ഉണ്ട്, വെറൈറ്റി പ്ലാറ്റീസ് ഉണ്ട്, ഗപ്പീസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് മീനുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് നമുക്ക്. എല്ലാം നമ്മുടെ എന്താ ലോ ബഡ്ജറ്റിൽ നമ്മുടെ ടാർപോളിൻ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു റൗണ്ട് കൈൻഡ് ഓഫ് ടാങ്ക് ഉണ്ട്. ഇതിലും അത്യാവശ്യം മീനുകളുണ്ട്. ഇതിൽ എന്ത് മീനിൻ്റെ കുഞ്ഞുങ്ങളാണെന്ന് നമുക്ക് ചേട്ടനോടൊന്ന് ചോദിക്കാം. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ഗോൾഡ് ഫിഷാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറച്ച് മീനുകളുണ്ട്, ഗപ്പീസ് ഉണ്ട്. ഇവിടെ നിറയെ ഗപ്പികളുണ്ട്, കണ്ടില്ലേ. അങ്ങനെ ആകെ മൊത്തം ഒരു വെറൈറ്റി ഫാം. അടുത്ത കുറേ വെറൈറ്റി ഗപ്പികൾ. ഇതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു പുതിയ ആൾ വന്ന് കിടപ്പുണ്ട്. ഇത് പുതിയ ആളാ? ഓ ഓക്കെ ഓക്കെ. ഇത് പുതിയൊരു ഡോഗ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? ഇതിൻ്റെ നോട്ടം കണ്ടിട്ട് എന്നെ കടിക്കും തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോകണ്ട. പിന്നെ കുറച്ച് കിളികളുണ്ട്. പ്രാവില്ലേ, നമ്മുടെ മിനിയേച്ചർ കൈൻഡ്, അതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നോക്കി നോക്കാം, അവിടെ നിന്ന് കറങ്ങി കാണാം.
അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ടാങ്ക് ആയിരുന്നില്ലേ അരുൺ ബ്രോ? ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ടാങ്ക് സെറ്റപ്പൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ടാങ്ക് ഒന്നുമില്ല. അതുപോലെ തന്നെ ചേട്ടൻ്റെ വീടിൻ്റെ പുറകിലേക്ക് വരുന്ന സമയത്ത് നോക്കിയേ, സൈഡ് ചെങ്കുത്തായ സ്ഥലം. ഇവിടെയൊക്കെ ടാങ്ക് ഉണ്ടായിരുന്നു ഉണ്ടോ? ഇവിടെയൊക്കെ ചേട്ടൻ ടാങ്ക് സെറ്റ് ചെയ്ത സ്ഥലങ്ങളാണ്. ഇത് പാറയുടെ തന്നെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവില്ല, ഓട്ട പോലത്തെ സ്ഥലങ്ങൾ. അതിൽ തന്നെ ഷീറ്റ് വിരിച്ചിട്ടാണ് ചേട്ടൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ദേ അവിടെ തേനുണ്ട്, തേനിൻ്റെ പെട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ തന്നെ ദേ അടുത്ത വെള്ളച്ചാട്ടം. ദേ അടിപൊളി. വരുന്നവരൊക്കെ സൂക്ഷിക്കുക, വഴുക്കും ശ്രദ്ധിച്ചിറങ്ങണം. ഈ വെള്ളം തന്നെയാണ് ഇവിടെ ഫാമിൽ ഫിഷ് വളർത്തുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? ദേ മേലെ നിന്ന് വരുന്ന വെള്ളം. ശരിക്കും ഈ ഒരു ഫാം വീഡിയോനേക്കാളും നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട ഈ ഒരു ഫാമിൻ്റെ സെറ്റപ്പ് എന്ത് രസമാണെന്നറിയോ? ഷൂവാണ് നനയണ്ട. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ മീനുകൾ കുറവാണ്, എങ്കിലും അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുവാണെങ്കിൽ നല്ല രസമാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. പ്രത്യേകിച്ച് മഴയുടെ സമയമായതുകൊണ്ട്, ഒരു മൺസൂൺ ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ചേട്ടനും ചെറിയൊരു വീടാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഫാമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. നല്ല രസമാണ്. ഇത് നോക്കിയേ, ഇവിടെ ഒരു ഫാം ഉണ്ടെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇവിടെ എത്ര വീടുണ്ടായിരുന്നു ബ്രോ? 2 വീടെങ്ങാനുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ ആകെ ഈ ചേട്ടൻ്റെ വീടും പിന്നെ ആ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു വീടുണ്ട്. ആ 2 വീടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, വേറെ വീടുകളായിട്ടൊന്നുമില്ല. പിന്നെ ചേട്ടൻ്റെ അടുത്ത് നല്ല ഏഞ്ചൽസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കി നോക്കാം. ഏഞ്ചൽസ്, വെറൈറ്റി ഏഞ്ചലുകളുണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ചേട്ടനത് അവിടെ മീനിനൊക്കെ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ആളൊന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെയുള്ള മീനുകളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടി ചേട്ടനോട് പറയാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ കൂടുതലുള്ളത് ഏഞ്ചൽസ് ഉണ്ട്, അതാണ് കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടത്. ബാക്കിയുള്ള മീനുകളൊക്കെ കുറവാണ്. അപ്പോൾ ഏഞ്ചൽസിൻ്റെ കുറച്ച് വെറൈറ്റീസിനെയൊക്കെ നമുക്ക് നോക്കി നോക്കാം. ചേട്ടനൊന്ന് ഫ്രീ ആവട്ടെ, എന്നിട്ട് നമുക്ക് ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇതേ നമ്മുടെ കുറേ ചേട്ടന്മാർ നമ്മളിവിടെ വന്നപ്പോൾ അവിടെ തന്നെ ഇവിടെ ഉണ്ട്. അവർ കുറച്ച് മീനുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെന്തൊക്കെ മീനാണ് ചേട്ടാ? ഇത് ആസാം വാളയും ഗിഫ്റ്റ് തിലോപ്പി അല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ? എഡിബിൾ ഫിഷ് ചെയ്യുന്നുണ്ടല്ലേ? ആസാം വാളയുണ്ട്, ഇതേ ഗിഫ്റ്റ് തിലോപ്പിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വരാറുണ്ടോ മീൻ മേടിക്കാൻ? ചേട്ടൻ വരാറുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ, നൈസ്. ഇപ്പോൾ എത്ര എണ്ണം മേടിച്ചു നിങ്ങൾ? 100 അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേ നമ്മളെ നേരത്തെ ചേട്ടന്മാർ തന്നെ ഒരു അടിപൊളി ഐറ്റത്തിനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നല്ലൊരു കിടിലൻ അരോണേനെ അവർ മേടിച്ചിട്ടുണ്ട്. നേരത്തെ വന്നപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അതിനെ അവർ മേടിച്ചു കേട്ടോ. എങ്ങനെയുണ്ട് ചേട്ടാ എക്സ്പീരിയൻസ് ഇവിടുത്തെ? അടിപൊളി അല്ലേ? ഒരു വെറൈറ്റി അല്ലേ? ഓക്കെ. ഇതിന് എത്ര പ്രൈസ് എത്രയായിരുന്നു? 2500 അല്ലേ? ഓക്കെ. ഹാപ്പി അല്ലേ? അങ്ങനെ അതിനെ അവർ മേടിച്ചു കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതേ ജോസേട്ടൻ ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. കുറേ നേരമായിട്ട് നമ്മുടെ മച്ചാന്മാർ ഇവിടെ വന്നിട്ട് ഒരുപാട് മീനൊക്കെ മേടിച്ചിട്ടാ അവർ. അപ്പോൾ ചേട്ടൻ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. ചേട്ടൻ എത്ര കാലമായി മീനൊക്കെ വളർത്തുകയാണെങ്കിൽ? 12 വർഷമായി അല്ലേ? ഓ. അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ ആളുകൾ വരാറുണ്ടോ? കോഴിക്കോട് നിന്നൊക്കെ വരലുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവർക്ക് അറിയാം ഇവിടെ ഒരു ഫാം ഉണ്ട്? എങ്ങനെ നമ്പർ സ്പ്രെഡായി ഓക്കെ. ഇനി നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ വരും ഇങ്ങോട്ട് എന്തായാലും. നമ്പർ പോയോ? ഞാൻ ഒരു പരസ്യം കൊടുത്തിട്ടില്ല. ആൾക്കാരും വരും, നമുക്ക് കൊടുക്കാൻ സാധനം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ ആ പുറകിലേക്കുള്ള ടാങ്കുകളിലൊക്കെ ഇപ്പോൾ മീനില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അരുൺബ്രോ എന്നോട് പറഞ്ഞു അവിടേക്ക് ഒരുപാട് മീൻ ഉണ്ടായിരുന്നു പറഞ്ഞു. ആണല്ലേ? ഇപ്പൊ ഇവിടെ കുറെ ഏഞ്ചൽസ് ആണല്ലേ അല്ലേ? ഏഞ്ചൽസ്, പിന്നെ ഗോൾഡ് ഫിഷ്, പിന്നെ ഒരു കിടില ഐറ്റം ഇവിടെ ഉണ്ട്. ഗോൾഡൻ ആരോണ് അല്ലേ കേട്ടോ? ഇത് ഗോൾഡൻ ആരോണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല
എന്താ പറയുക, നമ്മൾ ഷോപ്പിലൊക്കെ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗോൾഡൻ ആരാണോ അല്ലേ? നോക്കിയേ, ഇതിൻ്റെ വിലയൊക്കെ ചേട്ടനോട് ഒന്ന് വിളിച്ചു നോക്കിയാൽ കേട്ടോ, ഞാൻ പറയുന്നില്ല, ചേട്ടനെ തന്നെ ജസ്റ്റ് വിളിച്ചു നോക്കിയാൽ മതി. ഓ നൈസ്. ഇപ്പോൾ വലിയ അക്യൂറിയൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതേ ഒരു പീസ് ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകാം കേട്ടോ. നമുക്ക് ഈ ഒരു ടാങ്കിൽ ഇതിൽ അത്യാവശ്യം മീനുകളുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന മീനുകളാണ്, ഒന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ആ ജയിൻറ്റ് ഗൗര ആൽബിനോ ടൈപ്പ് ആണ് കേട്ടോ, അത് റെഡ് ഐ അല്ലേ? ആ അതെ, ആൽബിനോ ടൈപ്പ്. അതിനൊന്ന് നമുക്ക് കാണാം. അടിപൊളി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗോൾഡ് ഫിഷും നല്ല പ്രശ്നം ഉണ്ടാവില്ലേ? അയ്യോ നല്ല ഫിഷാണ്. ഇത് എങ്ങനെ ഈ വെള്ളം എവിടുന്ന് വരുന്ന വെള്ളം കേട്ടാ? തോടുന്ന് വരുന്ന ആ വെള്ളം ഇതിലേക്ക് വന്നിട്ട് ഇതിൽ ഓവർഫ്ലോ ആകുമ്പോൾ ഈ പൈപ്പിലൂടെ അങ്ങ് പോകും അല്ലേ? അപ്പോൾ ഇവിടെ എയറേഷൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അല്ലേ? മഴ പോകുന്ന സമയത്ത് എയറേഷൻ വേണ്ടി വരും അല്ലേ? ഓക്കെ 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 ഓക്കെ. അത് സെവറാണോ അത്? പാരറ്റ് ഫിഷ് അല്ലേ? പാരറ്റ് ഫിഷ്, പാരറ്റ് ഫിഷ് ആണ് കേട്ടോ അത്. ഇതൊക്കെ എത്ര റേറ്റ് വരും കേട്ടോ? ഇത് 500 രൂപ അല്ലേ? അടിപൊളി, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഫാമിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുന്ന അക്വേറിയത്തിൽ നിന്ന് മേടിക്കുന്ന പോലെയല്ല, നല്ല ഫിഷിനെ നമുക്ക് കിട്ടും. ഓക്കെ ടൈല് കിട്ടും. ആ ഇതുപോലുള്ള ടാങ്കിൽ ഇങ്ങനെ വളർന്ന മീനായുണ്ട്. ഇത് മറ്റല്ലേ സെവറ അല്ലേ? സെവറ അടിപൊളി സൈസുള്ള ഒരു സെവറ കേട്ടോ. എൻ്റെ ഒരു ഫേവറേറ്റ് ഫിഷാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് മീന. ഇതിനൊക്കെ എത്ര പ്രൈസ് വരിക? 500 അല്ലേ? ഓക്കെ 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 നൈസ്. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്നത് ഗോൾഡ് ഫിഷ്, കാർപ്പുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു ടാങ്കിലുള്ളത്. അപ്പോൾ ബട്ടർഫ്ലൈ, അപ്പോൾ ബട്ടർഫ്ലൈക്ക് എത്ര റേറ്റ് വരിക ഏകദേശം? 100 അല്ലേ? അത്യാവശ്യം സൈസുള്ള സാധനങ്ങൾ. പിന്നെ ഗോൾഡ് ഫിഷ് ആണല്ലേ? ഇതിലും വലിപ്പുണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അതും നല്ല അടിപൊളി കളർ കേട്ടോ. പോണ്ടിലേക്കൊക്കെ ഉപയോഗിക്കാം, കുളത്തിലേക്കൊക്കെ. ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. ഗോൾഡിനെ വേണമെന്ന് മാറ്റി കേട്ടോ. അത് അന്നാൾ കൊണ്ടുപോയി ബാക്കി കിടക്കുന്ന അതല്ലേ? അപ്പോൾ ഈ ടാങ്കിൽ അതൊക്കെയാണുള്ളത് കേട്ടോ. നമ്മുടെ ഗോൾഡ് ഫിഷുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ കോഴിക്കാർപ്പ് ഉണ്ട്, നോർമൽ കാർപ്പ് ഉണ്ട്, ഗൗരാമി ഉണ്ട്, സെവറ ഉണ്ട്, അങ്ങനെ എല്ലാ മീനുകളും ഉണ്ട് ഇതിൽ. ഇനി നമുക്ക് വേറെ ഒരു ടാങ്കിൽ പോയിട്ട് ഏഞ്ചൽസിനെ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഇവിടെ ഉള്ള വേറൊരു ഐറ്റം ആണ് കേട്ടോ. ഇത് നമ്മുടെ ക്രേ ഫിഷ് അല്ലെങ്കിൽ ലോബ്സ്റ്റർ എന്ന് പറയുന്ന സാധനമാണ്. അത്യാവശ്യം സൈസുള്ള ഒരു ഐറ്റമാണ്. ഇതിൻ്റെ കളറൊക്കെ നോക്കിയേ. കൊടുക്കാനുള്ളതാണ് കേട്ടോ അത്? കൊടുക്കാനുള്ളതല്ലേ? എത്ര റേറ്റ്? 1 200 അല്ലേ? അടിപൊളി. ഇപ്പം കൊടുക്കാനില്ല, ഇപ്പം ഇല്ല അല്ലേ? ഓക്കെ. ഇതിൻ്റെ കുട്ടികളായിക്കെ വരുന്നതേ ഉള്ളൂ. പിന്നെ നോക്കിയേ, അടിപൊളി. ഇതിൻ്റെ വേറൊരു കളറും കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ക്രേ ഫിഷിൻ്റെ വേറൊരു കളറാണ് കേട്ടോ, ഒരു ബ്ലൂ കൈൻഡ് ഓഫ് കളറാണ്. അതേ നമ്മളെ കടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് അത്യാവശ്യം അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളതാണ്. ഇതും കൊടുക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേട്ടൻ്റെ ജോസേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ? ഇത് ഇതിൻ്റെ കാല് പൊട്ടിച്ച് കളയുന്ന ഒരു സ്വഭാവമുള്ള ഒരു സാധനമല്ലേ ഇത്? തൊണ്ട് പൊളിക്കുന്ന. ആ അതന്നെ അതെ. ഓക്കെ, അതിനതിലേക്ക് ഇട്ടോ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതേ നമുക്ക് ചേട്ടന് അടുത്തായിട്ടൊരു ആളെ കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫ്ലവർ ഓണാണ് കേട്ടോ. അടിപൊളിയുള്ള അതിൽ കിട്ടും കേട്ടോ വെറുതെ. കാരണം അവിടെ കുറച്ച് ഇരുടായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് എടുത്തത് കേട്ടോ. ഫ്ലവർ ഓൺസ് ഉണ്ട്, നല്ല ബോളുള്ള ടൈപ്പ്. അടിപൊളി. ഇതേ നോക്കിയേ, ഇതിനെ
അടിപൊളി അടിപൊളി. അതിലേക്ക് ഇട്ടോ കേട്ടോ. ഓക്കെ, നൈസ്. ഫ്ലവർ ഓൺസിനും ഇവിടെ മേടിക്കാൻ വേണ്ടി വരാം കേട്ടോ. ഒക്കെ സെയിലിനുള്ള തന്നെ അല്ലേ ചേട്ടാ? എല്ലാം സെയിലിനുള്ള അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അത് ചേട്ടൻ്റെ വീടിൻ്റെ താഴ്ഭാഗത്തുള്ളൊരു ടാങ്കാണ്. അതിൽ ഒരുപാട് കോഴിക്കാർപ്പ് ഉണ്ട്, ഏഞ്ചൽസ് ഉണ്ട്, ബ്ലാക്ക് മോർ ഉണ്ട്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് മറ്റേ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചെയ്താലേ? ഓക്കെ ഓക്കെ. ഇത് റെഡ് ഐ ഏഞ്ചലാണ്. റെഡ് ഐ ഏഞ്ചൽസ് കേട്ടോ. ഇതിനൊക്കെ എത്ര പ്രൈസ് വരും? ഇതിന് 1,200 രൂപ കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ സാധാരണ കാണുന്ന രീതിയിലുള്ള മീനുകളൊക്കെ, പക്ഷേ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇവിടെ മീനുകൾ കുറവാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങൾ കാണുമ്പോൾ അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അക്വേറിയം ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണുമ്പോൾ നമുക്ക് ബൾക്കായിട്ട് തോന്നും. പക്ഷേ ഇവിടെ എല്ലാം കൂടെ ഒരു ടാങ്കിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നത്. ഇത് അത്യാവശ്യം വലിയ പോണ്ടാണ്, അത്യാവശ്യം നല്ല വെള്ളം കൊള്ളുന്നൊരു പോണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ എയറേഷൻ കൊടുത്തിട്ടില്ലേ? എയറേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ അവർ വേണമെന്ന് പറഞ്ഞായിരുന്നു. ആണല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ടാങ്ക് നോക്കി നോക്കാം കേട്ടോ. അതിലും ഈ നമ്മുടെ ഇതാണല്ലോ, എന്തായിരുന്നു ചേട്ടാ ഈ മീൻ്റെ പേര്? ടിൻ ഫോയിൽ അല്ലേ? നട്ടർ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്നൊക്കെ മീനെ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, കാരണം വലിയ ടാങ്കാണ്. ഓ, റെഡ് ഐ നട്ടർ അല്ലേ? റെഡ് ഐ നട്ടറാണ് കേട്ടോ ഇത്. അടിപൊളി സാധനം. ഇത് അക്വേറിയത്തിലൊക്കെ വളർത്തിക്കൂടെ? വളർത്തുന്ന സാധനം. നൈസ്. ടിൻ ഫോയിൽ അല്ലേ? ഓക്കെ. ഇതിനൊക്കെ എത്ര പ്രൈസ് വരും? ബ്ലാക്ക് ഐ ഇത് 50 രൂപ. 50 രൂപ അല്ലേ? ഇത് റെഡ് ഐ. റെഡ് ഐ അല്ലേ? ഓക്കെ. വേറൊരു വെറൈറ്റി ഉണ്ടല്ലോ ഇതിനകത്ത്, കരിമീൻ. കരിമീനുണ്ടല്ലേ അതിൽ? അതൊന്നും എങ്ങനെയാ കുടുങ്ങി പോയതല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതിലൊരു കരിമീനും വന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെന്ത് മീനാണുള്ളത്? സക്കറുണ്ട്, വലിയൊരു സക്കർ ഫിഷ് ഉണ്ട്. എല്ലാത്തിലും ഉണ്ട് അല്ലേ? ഈ ടാങ്കിൽ നമ്മുടെ ഓസ്കാറിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. നമ്മൾ തേടി വന്ന ഐറ്റം ഇത് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ളതാണ് ഞാൻ നോക്കി നടന്നുകൊണ്ടിരുന്നത്. ഇത് ഏതാ? കോപ്പറ ബ്ലാക്ക് ഐ അല്ലേ? അതിൻ്റെ തന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത്. ആ ആ ആ ആ. എല്ലാം ഇവിടെ ബ്രീഡ് ചെയ്ത ഐറ്റംസ് തന്നെയാണ് കേട്ടോ. അതിനൊക്കെ എത്ര പ്രൈസ് വരിക? ഇതിന് 60 രൂപ ആണല്ലേ? ഓക്കെ ഓക്കെ. അതിൽ തന്നെ വൈറ്റും ഉണ്ടല്ലേ? വൈറ്റും ഉണ്ട്. വൈറ്റൊക്കെ തീർന്നോ? പകുതി അതിൻ്റെ അകത്ത് നമ്മൾ ഈ ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത് പകുതി റെഡ് ഐയും പകുതി ബ്ലാക്ക് ഐയും. ബ്ലാക്ക് ഐ ആയിരിക്കും അല്ലേ? റെഡ് ഐ മുഴുവൻ പിടിച്ച് പോയത് ആൾക്കാർ പിടിച്ചതാ. ഓരോരുത്തർ 100-100 ഒക്കെ പീസ് എടുത്തിട്ട് പോകുന്ന ആണല്ലേ? ഇതിൻ്റെ ചെറുതുണ്ട് അവിടെ. ആ ഈ ഇതിലുള്ളത് എന്താ മീനാ? ഏഞ്ചൽസ് അല്ലേ? ഇതിൽ നമ്മൾ പ്ലാന്റഡ് അക്വേറിയത്തിൽ ചെയ്യുന്ന സാധനങ്ങളാണ് ഇതൊക്കെ കൂടുതലും. ഇത് 20 രൂപയുടെ സൈസിലുള്ള. 20 രൂപയുടെ അല്ലേ? ഗൗരവമീല്ലേ? ഗൗരാമി. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഒരു 20 രൂപ സൈസിലുള്ള ഏഞ്ചൽസ് ആണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള. ഒന്ന് എടുത്ത് കാണിക്കും അങ്ങനെ കയ്യിൽ. ഇതാണ് ഗോൾഡൻ. ഇതിനൊക്കെ 20 രൂപയുള്ളൂ അല്ലേ? 20 രൂപയുള്ളൂ. ഇത് വേറെയാണ് 60 രൂപയുടെ. ഇത് മറ്റേ ബ്ലൂ ഏഞ്ചൽ എന്ന് പറയും. ആ ആ ഓക്കെ ഓക്കെ. ബ്ലൂ ഏഞ്ചൽ അല്ലേ? ഇതുണ്ടോ? ഇത് ഈ വര വരുന്നുണ്ടോ? സ്ക്വയർ ഇങ്ങനെ. ഓക്കെ ഓക്കെ. അതിന് പ്രത്യേകം ബ്ലൂ കളർ വരുന്നത്. ബ്ലൂ കളർ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ഇതൊക്കെ വേറെ ടൈപ്പ് ഉണ്ട്. അത് പ്ലാന്റ് ഡെക്കോറേറ്റ് ചെയ്യുന്നവർക്ക്. അതാണ് ഞാൻ കണ്ടത്. അത് സക്കറിൻ്റെ അതെ ഈ ഐറ്റം പ്ലാന്റഡ് അക്വേറിയത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അതിൽ. സക്കറ. അതൊന്ന് എടുത്ത് കാണിക്കുക. സക്കർ 1/200 അല്ലേ? ഇത് പ്ലാന്റഡ് അക്വേറിയം ചെയ്യുന്നവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഒരു ഐറ്റത്തിനെ. പിന്നെ ആ ഒരു ഇതില്ലേ, ഇതിന്റെ പേരെന്തായിരുന്നു? ലോച്ച്. ഇതൊക്കെ നിങ്ങൾ അക്വേറിയം ഷോപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ എത്ര പ്രൈസ് വരും? ഇതിന് 500 രൂപ. 500 രൂപ അല്ലേ?
ഈ വലിപ്പത്തിന് ചെറുത് 250-300 രൂപയൊക്കെ മതിയാണ്. ഓക്കെ അങ്ങനെ കിട്ടും. പ്ലാന്റഡ് അക്വേറിയം ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ ടെട്ര ഐറ്റംസ് കുറേ ഉണ്ട്. ഇതിൽ ഏതൊക്കെയോ മീനുകളുണ്ട്, എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പോകാം കേട്ടോ. ടെട്രയിലുണ്ട് അല്ലേ? അതാണ് ഞാൻ അതിലിങ്ങനെ കണ്ട് ഉള്ളത്. എല്ലാത്തിനും കൂടെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടൻ്റെ വീട്ടിലെ കിണറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സംഭവം മിസ്സായി പോയി. ഇവിടെ മലബാർ സ്നേക്കഡ് ഇല്ലേ, നമ്മുടെ പുലിവാഹ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളല്ല, അത്യാവശ്യം സൈസ് ഉണ്ട്. ചേട്ടന് 200 രൂപയ്ക്കാണ് അതിനെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ വരുന്നതിൻ്റെ മുൻപേ ചേട്ടൻ അതിനെടുത്ത് നേരെ കിണറിലേക്ക് ഇട്ടു. അതുകൊണ്ട് നമുക്ക് ആ സംഭവം മിസ്സായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ എന്തായാലും 2 മേടിച്ചേനെ. ജസ്റ്റ് മിസ്സായി. അത്യാവശ്യം നല്ല വലുപ്പമുണ്ടല്ലേ. അപ്പോൾ അക്വേറിയം ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 1000 രൂപയുടെ സാധനമായിരുന്നു അത്. കാണാൻ വേണ്ടി പറ്റില്ല, കിണറിലായിപ്പോയി. എന്തായാലും ഇനി അടുത്ത സമയത്തേക്ക് വരുമ്പോൾ ചേട്ടനോട് അതെങ്ങനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മേടിക്കാം കേട്ടോ. ജസ്റ്റ് മിസ്. ഇത് നമ്മുടെ ഏഞ്ചൽ ഫിഷ് കേട്ടോ. അത് ഉള്ളിൽ വെളിച്ചമില്ലാത്തതുകൊണ്ടാണ്. ഇത് ഒരെണ്ണത്തിന് 100 രൂപ സൈസ് വരുന്ന ഏഞ്ചൽ ഫിഷാണ് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. അതിലേക്ക് കിട്ടും. പിന്നെ നമുക്ക് അത്രയൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇനി ചെയ്യുന്നുണ്ടോ ചേട്ടാ? ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ അതെ ആണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ വെറൈറ്റി എന്തൊക്കെയോ ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ഥലമാണ് മെയിൻ നമ്മുടെ ഹൈലൈറ്റ്. അതാണ്. ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നടന്ന് കയറി വരണമെന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സാവില്ല എന്തായാലും. 100% ഗ്യാരണ്ടി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല മീനുകളും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ടാങ്കിലെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മീൻ കുറവാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അത്യാവശ്യം നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ്. ഞാനിവിടുന്ന് കുറച്ച് ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളെ മേടിക്കുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് അതിന് തന്നെയാണ് വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് ഇവിടെ കുറച്ച് ഓസ്കാറിൻ്റെ 2 ഫാമുണ്ട്. അതിലൊരു ഫാമിൽ നമ്മൾ പോയപ്പോൾ അവിടെ സാധനം സ്റ്റോക്കിൽ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ലക്കിലി നമുക്ക് അതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ ഫാമിനെ കുറിച്ചിട്ട്. ഇതാണ് ചേട്ടൻ്റെ വീട്. നിങ്ങൾ മാക്സിമം ചേട്ടനെ ഒന്ന് സപ്പോർട്ടും ചെയ്യാം. ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരേക്കും ഗുഡ് ബൈ.